ഹലോ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേരുന്നു. അപ്പോൾ ഞാനിന്ന് ഒരു അടിപൊളി പാൽപ്പായസം റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പാൽപ്പായസം തയ്യാറാക്കുന്നതിനായിട്ട് 1 ലിറ്റർ പാല് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പായസം തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ മറ്റൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. പാല് നല്ലതുപോലെ കുറുക്കി എടുക്കണം. അപ്പോൾ കുറച്ച് നേരം ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ചുവട്ടിൽ പിടിക്കാതായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഉണക്കലരി വൃത്തിയായി കഴുകിയെടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇത് വേവാനായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ഇടയിലിടയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ചുവട്ടിൽ പിടിക്കാതിരിക്കാനായിട്ടാണ്. അരി ഏകദേശം വേവായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പായസം ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് തുളസി ഇല കൂടി ചേർത്ത് സ്റ്റൗ ഓഫാക്കി മൂടി വയ്ക്കാം. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റ് മൂടി വെച്ച ശേഷം നമുക്ക് പാൽപ്പായസം കുടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് വിശേഷ ദിവസങ്ങളിലൊക്കെ തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തത് ഞാൻ ജന്മാഷ്ടമി വ്ളോഗായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.